ഹലോ, ഞാനിന്ന് ഒരു എഗ് പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിനോ അല്ല ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിൽ അപ്പത്തിനോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നത്. ഞാൻ അതിനായിട്ട് ഒരു 4 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. 4 മുട്ട. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങും പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 2 സബോള ചെറുതായിട്ട് അരിഞ്ഞ് 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിത്തിരി കരിവേപ്പിലയുണ്ട്. ഇതൊരു 1/2 ക്യാപ്സിക്കമാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതൊരു വലിയൊരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു കുഞ്ഞ് നമ്മുടെ ടീസ്പൂൺ കൊച്ചൊരു സ്പൂണ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു അര കപ്പ് മതി. 1 കപ്പ് തേങ്ങയും ഒരു 4 കശുവണ്ടിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് പൊടികൾ വേണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ചേർക്കും. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവസാനം ചേർക്കാൻ. അത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പുഴുങ്ങിയ മുട്ട നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു വെക്കണം. ചെറുതായിട്ട് മുറിഞ്ഞു പോകരുതേ. അതായത് നമ്മുടെ ഇതെല്ലാം അകത്തോട്ട് മസാലയൊക്കെ അകത്തിയെല്ലാം വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു ചെറിയ പാത്രം വെച്ചിരിക്കുക. അതിലൊരു സ്വല്പം എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്തെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലോട്ട് ഒരു 1/4 സ്പൂണ് തീ കുറച്ച് വെച്ചിരിക്കുക ഞാൻ കേട്ടോ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും ഈ പൊടികൾ. ഒരു 1/4 സ്പൂണ് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇടുന്നു. ആദ്യം നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മുട്ട ചെറുതായിട്ട് വരഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് ഈ മുളക് പൊടിയൊക്കെ ഒന്ന് പോകും. മുട്ട കണ്ട് കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്കും നമ്മളിതിനെ ഇങ്ങോട്ട് മാറ്റും. കഷ്ണങ്ങളും കൂടെ ഒന്ന് ചെറുതായിട്ട് എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. തീ കുറച്ച് വയ്ക്കണേ. തീ വളരെ കുറച്ച് വെച്ചൊന്ന് ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴരാനുള്ളത് മാത്രം ഒഴിച്ചാൽ മതി. എണ്ണ ചെറുതായിട്ട് ചൂടായി. അപ്പം ഞാൻ ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകമാണ് ഇട്ടിരിക്കുന്നത്. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ സവോള ചേർക്കും അതിലോട്ട്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇടാം. കുറച്ചൊന്ന് നൈസായി കഴിയുമ്പം, അതായത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഈ ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. ഈ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് ഇതിനെ അടച്ചു വയ്ക്കും. ഇത് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഞാൻ ആ തേങ്ങയും 3-4 കശുവണ്ടി കൊച്ചാക്കി അരിഞ്ഞതും കൂടെ സ്വല്പം വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പൊടികളെല്ലാം കൂടെ ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചും വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർക്കാൻ. കൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും മുട്ടയും എല്ലാം ഇതിലോട്ട് ഇടുക. നമുക്ക് തീ സ്വല്പം ഒന്ന് കുറച്ച് വെക്കണം. പിന്നെ ഇതിൻ്റെ ഉപ്പും നോക്കണം കേട്ടോ. ഇതിലെല്ലാം ഉപ്പ് ഈ കിഴങ്ങും മുട്ടയിലും ഒക്കെ കുറേശ്ശെ ഉപ്പ് നമ്മളിട്ടായതുകൊണ്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട്
നമ്മൾ ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. നമ്മൾ ആ മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മേൽ കൂടി ഇട്ടു. നമ്മുടെ എഗ് പൊട്ടറ്റോ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെയോ ചപ്പാത്തിക്കോ പൂരിക്കോ അപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക.